രാജ്യതലസ്ഥാനത്തെ യുവത്വത്തിന്റെ പാറ്റാ വിപ്ലവത്തിൽ കുലുങ്ങാതിരുന്ന കേന്ദ്രന്മാർ ഇന്ന് കാര്യമായിട്ടൊന്ന് കുലുങ്ങിയിട്ടുണ്ട്. പാർലമെന്റ് മന്ദിരത്തിലേക്ക് സമാധാനപരമായി ഈ രാജ്യത്തിന്റെ തന്നെ ചെറുപ്പക്കാരായിട്ടുള്ളവർ പ്രതിഷേധ ജാഥ നടത്തിയപ്പോൾ ഡൽഹിയിലെ തെരുവോരങ്ങളിലൂടെ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള മുദ്രാവാക്യങ്ങളും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള മുറവിളിയും ശക്തമായപ്പോൾ ഈ പ്രതിഷേധ സമരം മുന്നോട്ട് പോകുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അന്തപുരങ്ങളിൽ ഇരുന്നവർ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് പ്രതിഷേധ സമരക്കാർക്ക് നേരെ അകാരണമായി പാർലമെന്റ് മന്ദിരത്തിന് തൊട്ടടുത്തെത്തിയപ്പോൾ അവർ ലാത്തിച്ചാർജും കണ്ണീർ വാതക ഷെല്ലും പ്രയോഗിച്ചു. കണ്ടല്ലോ, കണ്ണീർ വാതക ഷെൽ പ്രയോഗിക്കാനുള്ള കാരണം എന്താണ്? അവർ ഉയർത്തി വന്ന മുദ്രാവാക്യവും അവർ സമാധാനപരമായി രാജ്യത്തിന്റെ പാർലമെന്റ് കവാടത്തിൽ അവർ ഉയർത്തുന്ന പ്രതിഷേധം അറിയിക്കാൻ എത്തിയപ്പോൾ പിരിച്ചുവിടാൻ ഇമാതിരി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം കാരണം? ഉള്ളിലെ ഭയം മാത്രം. ഈ രാജ്യത്തെ നികുതിദായകർ കൂടിയാണ് ആ ചെറുപ്പക്കാർ. അവരുടെ പണത്തിൽ കൂടിയാണ് അന്തപുരങ്ങളിൽ കേന്ദ്രന്മാരും വിസു ഗുരുജിയൊക്കെ ആഡംബരത്തോടുകൂടി അന്തി ഉറങ്ങുന്നതും സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നതും. അവരുടെ വിയർപ്പിന്റെ ഓഹരി നികുതിയായി തന്ന് നിങ്ങളെ പോറ്റിയതിനു ശേഷം നിങ്ങൾ ചെയ്യുന്ന ദുഷ്പ്രവർത്തികൾ അവരുടെ ജീവിതങ്ങളെ ബാധിക്കുമ്പോൾ ശക്തമായ ശബ്ദമായി അവർ നിങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചാൽ അവരെ കണ്ണീർ വാതകം വരെ പൊട്ടിച്ച് തുരത്തി ഓടിക്കുമ്പോൾ നിങ്ങൾ ആരെയാണ് ഓടിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങളെ പോറ്റുന്ന നികുതിദായകരായിട്ടുള്ള മനുഷ്യരെയോ അതോ നാളെ ഈ രാജ്യത്തിന്റെ അഭിമാനമാകേണ്ട ചെറുപ്പക്കാരെയോ? ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നാടിന്റെ പൊതു ചിന്താഗതി ഉണരേണ്ടതാണ്. രാഷ്ട്രീയ ചാപ്പ് കുത്തിക്കൊണ്ട് ചെയ്ത നീതികെട്ട നെറുകെട്ട പ്രവർത്തനത്തെ മറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് മാധ്യമങ്ങളെ കൂടി കൂട്ടുപിടിച്ച് ജനങ്ങൾക്ക് മുന്നിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി വ്യാജ പ്രചരണം നടത്തുമ്പോൾ ആ ചെറുപ്പക്കാർ ഉശിരോടുകൂടി പോരാടുന്നത് എന്തെന്നാൽ അവരുടെ ഭാവിയെയാണ് നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലകളുടെ പരീക്ഷകളുടെ വിശ്വാസ്യത തകർത്തുകൊണ്ട് നിങ്ങൾ നശിപ്പിച്ചത്. അതുകൊണ്ട് അവർ തെരുവിലേക്ക് വന്നത് രാഷ്ട്രീയ ഉദ്ദേശത്തോടെ ആയിരുന്നില്ല. ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയും അതുമായി ബന്ധപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ പരീക്ഷകളെല്ലാം തച്ച് തകർക്കപ്പെട്ടപ്പോൾ അത് ബാധിക്കുന്നത് ആ ചെറുപ്പക്കാരുടെ ഭാവിയാണ്. അതിന്റെ പേരിൽ ജീവൻ ഒടുക്കിയത് ഈ നാടിന്റെ പൗരന്മാർ കൂടിയാണ്. അങ്ങനെയുള്ള വിഷയങ്ങളിൽ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ലെങ്കിൽ, നിങ്ങൾക്ക് ആ വിഷയം പരിഹരിക്കപ്പെടേണ്ടതല്ല എന്ന് തോന്നുകയാണെങ്കിൽ, ആ വീഴ്ച വരുത്തിയ മന്ത്രിയെ നിങ്ങൾ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് സന്ദേശമാണ് ഈ നാടിന് കൊടുക്കുന്നത്? ചക്രവർത്തിമാരും രാജാക്കന്മാരും പോലെ ഈ നാട്ടിലെ ജനങ്ങൾ തന്ന ഔദാര്യമായിട്ടുള്ള ജനാധിപത്യത്തിന്റെ മുകളിൽ കയറിയിരുന്ന് അവരുടെ പണം കൊണ്ട് അവരെ അടിച്ചു നിൽക്കാനാണ് പരിശ്രമിക്കുന്നതെങ്കിൽ എല്ലാ കാലത്തും ആ കസേരയിൽ നിങ്ങൾക്ക് അമർന്നിരുന്ന് വാഴാമെന്ന് കരുതരുത്. കാര്യം അസംതൃപ്തി ഉടലെടുത്തിട്ടുണ്ടോ? ആ അസംതൃപ്തിക്ക് പിന്നിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ അവർ സ്വമേധയാ സംഘടിച്ച് രംഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര കാലം എതിർ ശബ്ദങ്ങളുടെ തിരമാലകളെ ചെറുത്തു നിർത്താൻ കഴിയും, അല്ലെങ്കിൽ ആട്ടി ഓടിക്കാൻ കഴിയും? അതിശക്തമായ ആ തിരമാലകൾ ആർത്തലച്ചു വരുന്ന കാലം നിങ്ങളുടെ മുന്നിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.